ഓം ശാന്തി 12/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ ബ്രാഹ്മണകുലം പൂർണമായും വേറിട്ടതാണ്. നിങ്ങൾ ബ്രാഹ്മണർ മാത്രമാണ് നോളജ്ഫുൾ. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു. ചോദ്യം: ഏത് സഹജ പുരുഷാർത്ഥത്തിലൂടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ വേർപെടുത്താൻ സാധിക്കും? ഉത്തരം: ആത്മീയ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കൂ. ആത്മീയ സേവനം കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് കാര്യങ്ങളിൽ നിന്നും സ്വതവേ മനസ്സു മാറും. രാജ്യപദവി നേടുന്നതിൽ മുഴുകും. എന്നാൽ ആത്മീയ സേവനം ചെയ്യുന്നതിനോടൊപ്പം ഏത് രചനയാണോ രചിച്ചിട്ടുള്ളത് ആ രചനയെയും സംരക്ഷിക്കണം. ഗീതം: ആരാണോ പ്രിയതമനോടൊപ്പം. ഓം ശാന്തി. പ്രിയതമൻ എന്ന് പറയുന്നത് ബാബയെയാണ്. ഇപ്പോൾ കുട്ടികൾ ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. സാധു സന്യാസിയുടെ മുന്നിലല്ല നമ്മൾ ഇരിക്കുന്നതെന്ന് കുട്ടികൾക്കറിയാം. ബാബ ജ്ഞാനസാഗരനാണ്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ലഭിക്കുന്നത്. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം എന്ന് പറയാറുണ്ട്. വിജ്ഞാനമർത്ഥം ദേഹി അഭിമാനി ആകുക, ഓർമ്മയുടെ യാത്ര നടത്തുക. ജ്ഞാനം അർത്ഥം സൃഷ്ടിചക്രത്തെ അറിയുക. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം ഇതിന്റെ അർത്ഥം മനുഷ്യർക്കറിയില്ല. നിങ്ങളിപ്പോൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങളുടെ ഈ വ്യത്യസ്തമായ ബ്രാഹ്മണ കുലത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ബ്രാഹ്മണർ സംഗമയുഗത്തിലാണുള്ളതെന്ന കാര്യം ശാസ്ത്രങ്ങളിൽ ഇല്ല. പ്രജാപിത ബ്രഹ്മാവുണ്ടായിരുന്നു. ബ്രഹ്മാവിനെയാണ് ആദിദേവൻ എന്ന് വിളിക്കുന്നതെന്ന് അറിയാം. ആദിദേവി ജഗദംബ ആരാണെന്നുള്ളത് ലോകത്തിലുള്ളവർക്ക് അറിയില്ല. തീർച്ചയായും ബ്രഹ്മാവിന്റെ മുഖവംശാവലി ആയിരിക്കും. ആദിദേവി ബ്രഹ്മാവിന്റെ പത്നിയല്ല, ദത്തെടുക്കുകയല്ലേ? നിങ്ങൾ കുട്ടികളെയും ദത്തെടുക്കുകയാണ്. ബ്രാഹ്മണരെ ദേവത എന്ന് വിളിക്കില്ല. ഇവിടെ ബ്രഹ്മാവിനും ക്ഷേത്രമുണ്ട്. അദ്ദേഹവും മനുഷ്യനല്ലേ? ബ്രഹ്മാവിന്റെ കൂടെ സരസ്വതിയും ഉണ്ട്. ദേവിമാർക്കും ക്ഷേത്രങ്ങളുണ്ട്. എല്ലാവരും ഇവിടത്തെ തന്നെ മനുഷ്യരല്ലേ? ക്ഷേത്രം ഒരാളുടേതായി ഉണ്ടാക്കിയിരിക്കുന്നു. പ്രജാപിതാവിന് അനേകം പ്രജകളും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ പ്രജകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിന്റെ കുലം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധർമ്മത്തിലുള്ള കുട്ടികൾ ദത്തെടുക്കപ്പെട്ടവരാണ്. നിങ്ങളെ ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ ധർമ്മത്തിലെ മക്കളാക്കിയിരിക്കുന്നു. ബ്രഹ്മാവിനും പരിധിയില്ലാത്ത നിങ്ങൾ പേരക്കുട്ടികൾക്കും സമ്പത്ത് ലഭിക്കുന്നത് ബാബയിൽ നിന്നാണ്. ജ്ഞാനം ആർക്കുമില്ല. കാരണം ജ്ഞാനസാഗരൻ ഒന്നേ ഉള്ളൂ. ആ ബാബ വരാത്തിടത്തോളം ആർക്കും സദ്ഗതി ലഭിക്കില്ല. സദ്ഗതിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഭക്തിയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് മാറിയിരിക്കുന്നു. സദ്ഗതി എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. കലിയുഗത്തെ ദുർഗതി എന്ന് പറയുന്നു. കാരണം രാവണ രാജ്യമാണ്. സദ്ഗതിയെ രാമരാജ്യം എന്നും പറയും. സൂര്യവംശി എന്നും പറയും. സൂര്യവംശി, ചന്ദ്രവംശി എന്നാണ് യഥാർത്ഥ പേര്. കുട്ടികൾക്കറിയാം, നമ്മൾ സൂര്യവംശി കുലത്തില് ആയിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾ എടുത്തു. ഈ ജ്ഞാനം ഒരു ശാസ്ത്രങ്ങളിലും കാണാൻ സാധിക്കില്ല. കാരണം ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലുള്ളതാണ്. അതെല്ലാം നശിച്ചു പോകും. ഇവിടെ നിന്നും എന്ത് സംസ്കാരം കൊണ്ടുപോകുന്നോ അവിടെ അതെല്ലാം തന്നെ നിർമ്മിക്കാൻ തുടങ്ങും. രാജപദവിക്കായി നിങ്ങളിൽ രാജകീയ സംസ്കാരം നിറയുകയാണ്. നിങ്ങൾ രാജ്യം ഭരിക്കും. ശാസ്ത്രജ്ഞർ അതേ രാജധാനിയിൽ വന്ന് അവർ പഠിച്ച വിദ്യ അനുസരിച്ച് പ്രവർത്തിക്കും. സൂര്യവംശി, ചന്ദ്രവംശി രാജധാനിയിൽ വരും. അവർക്ക് സയൻസിന്റെ ജ്ഞാനം മാത്രമേ ഉള്ളൂ.
അവരവരുടെ സംസ്കാരം കൊണ്ടുപോകും. അതും സംസ്കാരമാണ്. അവരും പുരുഷാർത്ഥം ചെയ്യുകയാണ്. അവരുടെ അടുക്കൽ ആ വിദ്യയാണ് ഉള്ളത്. നിങ്ങളുടെ അടുക്കൽ മറ്റു വിദ്യയൊന്നും ഇല്ല. നിങ്ങൾ ബാബയിൽ നിന്നും രാജ്യം നേടും. ഓരോ ജോലിക്കും അതിൻ്റെതായ സംസ്കാരമില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ്! എന്നാൽ ഏതുവരെ വാനപ്രസ്ഥമാകുന്നില്ലയോ അതുവരെ വീടും കുടുംബവും സംരക്ഷിക്കണം. അല്ലെങ്കിൽ മക്കളെ ആര് സംരക്ഷിക്കും? ഇവിടെ വന്നിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ പറയാറുണ്ട്. ഈ ജോലിയിൽ മുഴുകുമ്പോൾ അതിൽ നിന്ന് വേറിടാൻ സാധിക്കും. ഒപ്പം തന്നെ രചനയെയും സംരക്ഷിക്കേണ്ടതായി ഉണ്ട്. ശരിയാണ്. ചിലർ നല്ലതുപോലെ ആത്മീയ സേവനത്തിൽ മുഴുകുമ്പോൾ അവരുടെ മനസ്സ് മാറും. മനസ്സിലാക്കും, എത്രത്തോളം സമയം ഈ ആത്മീയ സേവനം ചെയ്യുന്നുവോ അത്രയും നല്ലതാണ്. പതിതർക്ക് പാവനമാകാനുള്ള വഴി പറഞ്ഞു തരാനാണ് ബാബ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളും ഈ സേവനം ചെയ്യണം. ഓരോരുത്തരുടെയും കണക്ക് ബാബ നോക്കും. പതീതത്തിൽ നിന്ന് പാവനമാകാനുള്ള മതമാണ് പരിധിയില്ലാത്ത ബാബ പറഞ്ഞു തരുന്നത്. ബാബ പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി നടത്തുക, ഉപദേശം നൽകുക, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ, അതായത് ബ്രഹ്മാവിന്റെ ജോലിയാണ്. ശിവബാബ പറയുന്നു, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. ഞാൻ ഈ ബ്രഹ്മാവിലൂടെ നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. ഇദ്ദേഹവും പിതാവാണ്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായവും അനുസരിക്കണം. ശിവബാബ നൽകുന്നത് ആത്മീയ മതം, ഇദ്ദേഹത്തിന്റേത് ഭൗതിക മതം. ഇദ്ദേഹത്തിനും ഉത്തരവാദിത്വം ഒരുപാടുണ്ട്. ഇദ്ദേഹവും പറയുന്നത് ബാബയുടെ നിർദ്ദേശമാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നുള്ളത്. ബാബയുടെ മതമനുസരിച്ച് നടക്കൂ. കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സ്വയം എങ്ങനെയെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു തരും. ഇദ്ദേഹത്തെ കണ്ടു പഠിക്കണം. ഇദ്ദേഹം പഠിപ്പിക്കും. കാരണം ഇദ്ദേഹം എല്ലാവരെക്കാളും മുൻപിലാണ്. എല്ലാ കൊടുങ്കാറ്റുകളും ആദ്യം വരുന്നത് ഇദ്ദേഹത്തിന്റെ അടുക്കലാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ശക്തിശാലി ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഉയർന്ന പദവി നേടുന്നത്. മായയും ശക്തിശാലിയായി യുദ്ധം ചെയ്യുന്നു. ഇദ്ദേഹം ക്ഷണത്തിൽ സർവ്വതും ഉപേക്ഷിച്ചു. ഇദ്ദേഹത്തിന്റെ പാർട്ട് ആയിരുന്നു. ബാബ ഇദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിച്ചു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയല്ലേ. സന്തോഷത്തോടെ ഉപേക്ഷിച്ചു. സാക്ഷാത്കാരം ഉണ്ടായി. ഇപ്പോൾ ഞാൻ വിശ്വ അധികാരിയാകാൻ പോകുന്നു. ചില്ലി കാശിന് വിലയില്ലാത്തവ കൊണ്ട് എന്ത് ചെയ്യാനാണ്? വിനാശത്തിന്റെ സാക്ഷാത്കാരവും ചെയ്യിച്ചു. ഈ പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി. എനിക്ക് വീണ്ടും രാജ്യപദവി ലഭിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ചു. ഇനി ബാബ പറയുന്നതിനനുസരിച്ച് നടക്കണം. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഡ്രാമയനുസരിച്ച് ഭട്ടി നടത്തി. ഇത്രയും പേർ എന്തിനോടിപ്പോകുന്നു എന്ന് മനുഷ്യർക്കാർക്കും മനസ്സിലായില്ല. ഇദ്ദേഹം സാധു സന്യാസി ഒന്നുമല്ല. ഇത് വളരെ ലളിതമാണ്. ഇദ്ദേഹം ആരെയും തട്ടിയെടുത്തില്ല. കൃഷ്ണന് മഹിമയൊന്നുമില്ല. മനുഷ്യർക്കാർക്കും മഹിമയൊന്നുമില്ല. മഹിമ ഒരു ബാബയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാബ തന്നെയാണ് സർവർക്കും സുഖം നൽകുന്നത്. നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളിവിടെ ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ബുദ്ധി അവിടേക്കും, അതായത് പരംധാമത്തിലേക്കും പോകും. ഇവിടേക്കും, അതായത് മധുബനിലേക്കും വരും. എന്തുകൊണ്ടെന്നാൽ അറിയാം, ശിവബാബ വസിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൽ വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്ന് നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കണം. കലിയുഗത്തിന് ശേഷം സ്വർഗം തീർച്ചയായും വരും.
കൃഷ്ണനും ബാബയിൽ നിന്ന് സമ്പത്തെടുത്തു പോയാണ് രാജ്യപദവി നേടിയത്. ഇതിൽ മഹിമയുടെ കാര്യം ഒന്നും തന്നെയില്ല. രാജാവിന് രാജകുമാരൻ ജനിച്ച് പിന്നീട് പഠിച്ച് വലുതായി സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. ഇതിൽ മഹിമയോ ചരിത്രമോ പറയാൻ ഒന്നും തന്നെയില്ല. ഉയർന്നതിലും ഉയർന്നത് ഒരു ബാബ മാത്രമാണ്. മഹിമയും ആ ഒരാൾക്ക് മാത്രമാണ്. ഇദ്ദേഹവും അതായത് ബ്രഹ്മബാബയും ബാബയുടെ പരിചയമാണ് നൽകുന്നത്. ഞാനാണ് പറയുന്നത് എന്ന് ശിവബാബ പറഞ്ഞാലും മനുഷ്യർ വിചാരിക്കും ഇദ്ദേഹം തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ഭഗവാനെ ഒരിക്കലും മനുഷ്യനെന്ന് വിളിക്കില്ല. ഭഗവാൻ ഒരേ ഒരു നിരാകാരൻ മാത്രമാണ്. പരംധാമത്തിൽ വസിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി മുകളിലേക്കും പോകുന്നു, പിന്നീട് താഴേക്കും വരുന്നു. ബാബ ദൂരദേശത്ത് നിന്നും അന്യദേശത്ത് വന്ന് പഠിപ്പിച്ച് തിരിച്ചു പോകുന്നു. ഞാൻ വരുന്നത് ഒരു സെക്കൻഡിലാണെന്ന് സ്വയം തന്നെ പറയുന്നു. സമയം എടുക്കുന്നില്ല. ആത്മാവും സെക്കൻഡിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം എടുക്കുന്നു. ആർക്കും കാണാൻ സാധിക്കില്ല. ആത്മാവിന് നല്ല സ്പീഡാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്നാണ് പാടുന്നത്. രാവണ രാജ്യത്തെ ജീവൻ ബന്ധന രാജ്യം എന്ന് പറയും. കുട്ടി ജനിക്കുമ്പോൾ അച്ഛന്റെ സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങളും ബാബയെ തിരിച്ചറിഞ്ഞു സ്വർഗത്തിന്റെ അധികാരിയായി. പിന്നീട് പുരുഷാർത്ഥമനുസരിച്ച് സംഖ്യാക്രമത്തിലുള്ള പദവി ലഭിക്കുന്നു. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. 2 പിതാക്കന്മാരുണ്ട്. ഒന്ന് ലൗകിക പിതാവ്, മറ്റൊന്ന് പാരലൗകിക പിതാവ്. ദുഃഖം വരുമ്പോൾ സർവരും ഓർമ്മിക്കും, സുഖത്തിൽ ആരും ഓർമ്മിക്കില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ഭാരതവാസികൾ സുഖം അനുഭവിച്ചിരുന്നപ്പോൾ ഓർമ്മിച്ചിരുന്നില്ല എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. പിന്നീട് നമ്മൾ 84 ജന്മമെടുത്തു. ആത്മാവിൽ അഴുക്ക് നിറഞ്ഞപ്പോൾ ഡിഗ്രി കുറഞ്ഞു. 16 കലാ സമ്പൂർണതയിൽ നിന്നും 2 കല കുറഞ്ഞു. മാർക്ക് കുറഞ്ഞ് പാസ്സായതുകൊണ്ടാണ് രാമന് ബാണം കാണിച്ചിരിക്കുന്നത്. അല്ലാതെ വില്ലൊന്നും ആരും ഒടിച്ചിട്ടില്ല. ഇതൊരു അടയാളമായി കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഭക്തിയിൽ മനുഷ്യർ എത്രമാത്രം അലയുന്നു. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനം ലഭിച്ചതോടെ അലച്ചിലെല്ലാം അവസാനിച്ചു. അല്ലയോ ശിവബാബ എന്ന് പറയുന്നതും നിലവിളിയാണ്. അല്ലയോ എന്ന ശബ്ദം നിങ്ങൾ പറയരുത്. ബാബയെ ഓർമ്മിക്കണം. നിലവിളിച്ചുവെങ്കിൽ ഭക്തിയുടെ അംശം വന്നു. ഭഗവാനെ എന്ന് വിളിക്കുന്നതും ഭക്തിയുടെ ശീലമാണ്. ഭഗവാനെ എന്ന് വിളിച്ച് ഓർമ്മിക്കൂ എന്ന് ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അന്തർമുഖിയായി എന്നെ ഓർമ്മിക്കൂ, സ്മരിക്കുകയാണെന്ന് പറയേണ്ടതുമില്ല. അതും ഭക്തി മാർഗത്തിലെ വാക്കാണ്. നിങ്ങൾക്ക് ബാബയുടെ പരിചയം ലഭിച്ചു. ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. ലൗകിക കുട്ടി ശരീരധാരി പിതാവിനെ ഓർമ്മിക്കുന്നത് പോലെ ബാബയെ ഓർമ്മിക്കൂ. ദേഹാഭിമാനത്തിലാണെങ്കിൽ ഓർമ്മിക്കുന്നതും ദേഹധാരി പിതാവിനെ ആയിരിക്കും. പാരലൗകിക പിതാവ് ദേഹി അഭിമാനിയാണ്. ഈ ശരീരത്തിൽ അതായത് ബ്രഹ്മാവിൽ വരുന്നുവെങ്കിലും ദേഹാഭിമാനി ആകുന്നില്ല. പറയുന്നു, നിങ്ങൾക്ക് ജ്ഞാനം പറഞ്ഞു തരുന്നതിന് വേണ്ടി ലോൺ എടുത്തിരിക്കുകയാണ്. ജ്ഞാനസാഗരനാണെങ്കിലും ജ്ഞാനം എങ്ങനെ നൽകും? ഗർഭത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങളാണ്. ഞാൻ ഗർഭത്തിൽ പ്രവേശിക്കുന്നില്ല. എന്റെ മതവും വഴിയും എല്ലാം വ്യത്യസ്തമാണ്. ബാബ ഇദ്ദേഹത്തിൽ വരുന്നു. ഈ കാര്യം ആരും അറിയുന്നില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പറയുന്നു. എന്നാൽ ബ്രഹ്മാവിലൂടെ എങ്ങനെ സ്ഥാപിക്കുന്നു? പ്രേരണ നൽകുകയാണോ ചെയ്യുന്നത്? ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ വരുന്നു. സന്യസിക്കുന്നത് കാരണം ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന പേര് വന്നു. പൊട്ടിപ്പോകുന്നത് കാരണം ഇപ്പോൾ ബ്രാഹ്മണരുടെ മാല തയ്യാറാക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം.
ഫൈനലായി ബ്രാഹ്മണർ തയ്യാറാകുമ്പോൾ രുദ്രമാലയും തയ്യാറാകും. ശേഷം വിഷ്ണുവിന്റെ മാലയിലേക്ക് പോകും. മാലയിൽ വരുന്നതിനു വേണ്ടി ഓർമ്മിക്കണം, നമ്മൾ ആദ്യം സതോ പ്രധാനമായിരുന്നു, ശേഷം സതോ രജോ തമോയിലേക്ക് വന്നു എന്നത് ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ട്. ഹംസോ എന്ന ശബ്ദത്തിന്റെ അർത്ഥവും ഇല്ലേ? ഓമിന്റെ അർത്ഥം വേറെയാണ്. ഓം അർത്ഥം ആത്മാവ്. അതേ ആത്മാവ് പറയുകയാണ്, ഞാൻ തന്നെ ദേവതയായി, ക്ഷത്രിയനായി. മറ്റാളുകൾ പറയുന്നു ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന്. നിങ്ങൾ പറയുന്നു ഓം ഹംസോ. ഈ വാക്കുകളുടെ അർത്ഥം തികച്ചും വേറിട്ടതാണ്. ഞാൻ ആത്മാവാണ്. ആത്മാവ് വർണ്ണങ്ങളിലേക്ക് വരുന്നു. ആദ്യം ദേവതയും ക്ഷത്രിയനുമാകുന്നു. അല്ലാതെ ആത്മാവ് തന്നെ പരമാത്മാവ് അങ്ങനെയല്ല. ജ്ഞാനം പൂർണമായും മനസ്സിലാക്കാത്തത് കാരണം അർത്ഥം കുഴപ്പിച്ചു കളഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതും തെറ്റാണ്. ബാബ പറയുന്നു, ഞാൻ രചനയുടെ അധികാരി ആകുന്നില്ല. നിങ്ങളാണ് ഈ രചനയുടെ അധികാരി ആകുന്നത്. നിങ്ങളാണ് വിശ്വത്തിന്റെ അധികാരി ആകുന്നത്. ബ്രഹ്മം തത്വമാണ്. നിങ്ങൾ ആത്മാക്കൾ ഈ രചനയുടെ അധികാരി ആകുന്നു. ബാബ ഇപ്പോൾ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ പഠിക്കണം. നിങ്ങൾക്ക് ബാബ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഭക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? ജ്ഞാനം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭക്തി മാർഗത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, ജപിച്ചു, തപസ് ചെയ്തു, പൈസ പാഴാക്കി കളഞ്ഞു. നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഒരുപാട് പേർ കൊള്ളയടിച്ചു. ഇതും നാടകത്തിലുള്ളതാണ്. പിന്നീട് അവരിൽ നിന്ന് തന്നെ അത് തിരിച്ചു കിട്ടണം. വാങ്ങുന്നത് എത്രയാണെന്ന് നോക്കണം. ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർ എത്രത്തോളം എടുത്തിട്ട് പോയോ അത്രയും പൂർണമായും തിരിച്ചുവരും. ആര് നിങ്ങളുടെ പൈസ എടുത്തുവോ അവർക്കത് വിഴുങ്ങാൻ സാധിക്കില്ല. ഭാരതം അവിനാശി ഖണ്ഡമല്ലേ? ബാബയുടെ ജന്മദേശമാണ്. ബാബ വരുന്നത് ഇവിടെ തന്നെയാണ്. ബാബയുടെ ഖണ്ഡത്തിൽ നിന്ന് എന്തെടുത്തുവോ തിരിച്ചു തന്നേ പറ്റൂ. സമയത്ത് തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്ന് കണ്ടോളൂ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. വിനാശം എപ്പോൾ വരുമെന്ന് അവർക്കറിയില്ല. ഗവൺമെന്റും ഈ കാര്യം അംഗീകരിക്കില്ല. കടം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഡ്രാമയിൽ ഇതും ഉള്ളതാണ്. മടക്കി തരികയാണ്. നമ്മുടെ രാജധാനിയിൽ നിന്ന് കൊണ്ടുപോയ പൈസ തിരിച്ചു തരികയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ല. ബാബയെ ഓർമ്മിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഓർമ്മിക്കുമ്പോൾ മാത്രമാണ് പാപം ഭസ്മമാകുന്നത്. ജ്ഞാനം വളരെ സഹജമാണ്. പിന്നീട് ഓരോരുത്തരും പുരുഷാർത്ഥം ചെയ്യുന്നതിനനുസരിച്ച് ആയിരിക്കും. ശ്രീമതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിനാശി സർജനിൽ നിന്നും ഓരോ കാര്യത്തിലും നിർദ്ദേശം സ്വീകരിക്കേണ്ടതുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. എത്ര സമയം ലഭിക്കുന്നോ ഈ ആത്മീയ സേവനം ചെയ്യണം. ആത്മീയ സേവനത്തിന്റെ സംസ്കാരം കൊണ്ടുവരണം. പതീതരെ പാവനമാക്കുന്നതിന്റെ സേവനം ചെയ്യണം. 2. അന്തർമുഖിയായി ബാബയെ ഓർമ്മിക്കണം. വായ്കൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത്. ബാബയ്ക്ക് അഹങ്കാരമില്ലാത്തതുപോലെ നിരഹങ്കാരി ആകണം. വരദാനം: മനസാ സങ്കല്പം അഥവാ ഭാവനയിലൂടെ ശ്രേഷ്ഠ തരംഗങ്ങളുടെ സുഗന്ധം വ്യാപിപ്പിക്കുന്ന ശിവശക്തി കമ്പൈൻഡായി ഭവിക്കൂ. ഏതുപോലെ ഇക്കാലത്ത് സ്ഥൂല സുഗന്ധങ്ങളുടെ സാധനങ്ങളിലൂടെ റോസാപ്പൂ, ചന്ദനം തുടങ്ങിയ വിഭിന്ന പ്രകാരത്തിലെ സുഗന്ധം വ്യാപിപ്പിക്കുന്നു.
അതുപോലെ താങ്കൾ ശിവശക്തി കമ്പൈൻഡായി മനസ്സാ സങ്കല്പം അഥവാ മനോഭാവനയിലൂടെ സുഖശാന്തി, സ്നേഹം, ആനന്ദം തുടങ്ങിയ സുഗന്ധം വ്യാപിപ്പിക്കൂ. ദിവസവും അമൃതവേളയിൽ വിഭിന്ന ശ്രേഷ്ഠ തരംഗങ്ങളുടെ വെള്ളച്ചാട്ടം പോലെ ആത്മാക്കളുടെ മേൽ പനിനീർ തളിക്കൂ. കേവലം സങ്കല്പത്തിന്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ വിശ്വത്തിലുള്ള അശുദ്ധ ഭാവനകളുടെ ദുർഗന്ധം സമാപ്തമാകും. സ്ലോഗൻ: സുഖദാതാവിലൂടെ സുഖത്തിന്റെ ഭണ്ഡാരം പ്രാപ്തമാവുക. ഇതാണ് ബാബയുടെ സ്നേഹത്തിന്റെ അടയാളം. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. എത്രമാത്രം ശക്തികൾക്ക് ശക്തിയുണ്ടോ അത്രയും പാണ്ഡവർക്ക് വിശാല ശക്തിയുണ്ട്. അതുകൊണ്ട് ചതുർഭുജം കാണിച്ചിരിക്കുന്നു. ശക്തികളുടെയും പാണ്ഡവരുടെയും ഒരുമിച്ചുള്ള രൂപത്തിലൂടെ തന്നെയാണ് വിശ്വസേവനത്തിൽ ഈ കാര്യത്തിൽ സഫലത പ്രാപ്തമാകുന്നത്. അതുകൊണ്ട് സദാ പരസ്പരം സഹയോഗിയായി ഇരിക്കൂ. ഉത്തരവാദിത്വത്തിന്റെ കിരീടം സദാ ധരിച്ചിരിക്കണം. ഓം ശാന്തി.